നമസ്കാരം. ട്രാവൻട്രിയിൽ റീഫണ്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റീഫണ്ട് നമുക്ക് എയർലൈൻ റീഫണ്ടും ഉണ്ടാവും, മിസ്ക് റീഫണ്ടും ഉണ്ടാവും. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ എയർലൈൻ റീഫണ്ടിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ എന്ത് സർവീസ് ആണെങ്കിലും മിസ്ക് റീഫണ്ടിലാണ് ചെയ്യേണ്ടത്. നമ്മൾ റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടിക്കറ്റാണോ റീഫണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻവോയ്സ് ആണോ റീഫണ്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. ആ ട്രാൻസാക്ഷൻ നമ്പർ നമുക്ക് നമ്മുടെ പ്രിൻ്റെന്നോ ഇനി മോഡിഫൈ ചെയ്ത് അതിന്നോ അല്ലെങ്കിൽ റിപ്പോർട്ട്സെന്നോ എല്ലാത്തിനും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീഫണ്ട് ചെയ്യാൻ, ഈ എയർലൈൻ റീഫണ്ട് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ റീഫണ്ട് ആണെങ്കിലും ആ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ആ ട്രാൻസാക്ഷൻ നമ്പർ എടുക്കുക, എന്നിട്ട് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ അത് പേസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് റീഫണ്ട് അടിക്കാൻ പറ്റും. എങ്ങനെയാണ് റീഫണ്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെയ്യാത്ത, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മുമ്പേ ഉള്ള ഒരു ടിക്കറ്റിൻ്റെ റീഫണ്ടാണ് ഇപ്പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ റീഫണ്ട് എന്നുള്ള എൻട്രി ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളൊരു ജേണൽ വോച്ചറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു എയർലൈൻ റീഫണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് മിസ്ക് റീഫണ്ടും ചെയ്യാനുള്ളത്. ഇപ്പോൾ എയർലൈൻ റീഫണ്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എയർലൈൻ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് ട്രാൻസാക്ഷൻ ആണോ റീഫണ്ട് ചെയ്യേണ്ടത് അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ കോപ്പി ചെയ്തെടുക്കാം. അത് നമുക്ക് മോഡിഫൈയിൽ പോയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ് പോയാലോ എല്ലാം കിട്ടും. ഓക്കെ, അപ്പം മോഡിഫൈയിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ട്രാൻസാക്ഷൻ നമ്പർ. അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. അല്ലെങ്കിൽ റിപ്പോർട്ട്സ്, ലെഡ്ജർ റിപ്പോർട്ടിലോ എല്ലാ റിപ്പോർട്ടിലും അത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം അവരുടെ ലെഡ്ജർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ട്രാൻസാക്ഷൻ നമ്പർ. ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സ് നമ്പറിൽ ഈ AS10 ഒഴിവാക്കി ബാക്കിയുള്ള നമ്പർ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ എയർലൈൻ റീഫണ്ട് എന്നുള്ള ഓപ്ഷനിൽ ആഡ് കൊടുക്കുക. ഫസ്റ്റ് കോളത്തിൽ ഈ നമ്പർ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കീ അടിക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റർ കീ, കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏത് ടിക്കറ്റാണോ റീഫണ്ട് ചെയ്യേണ്ടത് അതിൻ്റെ ആക്ഷൻസിൽ എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിലിപ്പോൾ 2-3 ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ടിക്കറ്റാണോ റീഫണ്ട് ചെയ്യേണ്ടത് അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഈ ഒരു ക്രോസ് മാർക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഞാനത് എഡിറ്റ് കൊടുക്കുന്നു. ഇതിൽ എമൗണ്ട് മാത്രം മാറ്റി കൊടുത്താൽ മതി. എമൗണ്ട് നേരെ തിരിച്ചു വരും. ഇപ്പോൾ സപ്ലയർ ബേസിക് ഫെയറിൽ സപ്ലയർ നമുക്ക് റീഫണ്ട് എത്രയാണോ തരുന്നത് അത് നമ്മൾ സപ്ലയർ ബേസിക് ഫെയറിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ സപ്ലയർ ബേസിക് ഫെയറിൽ സപ്ലയർ തരുന്ന എമൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സപ്ലയർ എത്രയാണോ ക്യാൻസലേഷൻ ചാർജ് എടുക്കുന്നത് അത് സപ്ലയർ ക്യാൻസലേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റെഡിൽ കാണുന്ന ഫീൽഡിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ രണ്ട് തരത്തിലും ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാനിവിടെ സപ്ലയർ ബേസിക് ഫെയർ ഓൾറെഡി ഉള്ളത് 12,000 ആയിരുന്നു. ആ 12,000 ഞാൻ പിന്നെ മാറ്റിയിട്ട് നമുക്കൊരു 9,000 സപ്ലയർ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ 9,000 കൊടുക്കാം. അല്ലെങ്കിൽ ക്യാൻസലേഷൻ ചാർജ് ആയിട്ട് 3,000 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സപ്ലയർ ക്യാൻസലേഷൻ ചാർജ് എന്നുള്ളതിൽ 3,000 കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ സപ്ലയർ ക്യാൻസലേഷൻ ചാർജിൽ 3,000 കൊടുക്കുന്നു. നേരത്തെ നമ്മൾ എടുത്ത സപ്ലയർ നമ്മുടെ സർവീസ് ചാർജ് 1,000 അവിടെ കാണാം. അത് ഞാൻ 0 ആക്കിയിട്ട് ഇനി നമ്മൾ റീഫണ്ടിൽ വല്ല ഇൻകം എടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസലേഷൻ ചാർജ് എന്നുള്ള കോളത്തിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 9,000 സപ്ലയർ തന്നു, നമ്മൾ 8,500 കസ്റ്റമർക്ക് കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇൻകം ആയിട്ട് വരുന്നത് 500 ആണ്. അപ്പോൾ 500 നമ്മൾ ക്യാൻസലേഷൻ ചാർജ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഈ റീഫണ്ടിൽ നമ്മൾ നേരത്തെ 1000 സർവീസ് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 9,000 ഇപ്പോൾ കിട്ടി, പക്ഷേ നമ്മൾ 9,500 കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. മീൻസ് നമ്മൾ നേരത്തെ എടുത്ത 1000 നിന്ന് ഒരു 500 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കേസാണെങ്കിൽ സർവീസ് ചാർജിൽ 500 ഇടാം. ഇതിൻ്റെ ലോജിക്കൊന്നുമില്ല. സപ്ലയർ തരുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണോ കൂടുതൽ കൊടുക്കുന്നത് അത് സർവീസ് ചാർജിലാണ് ഇടേണ്ടത്. എത്രയാണോ നമ്മൾ ഈ കുറച്ച് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇൻകം എടുക്കുന്നത് അത് ക്യാൻസലേഷൻ ചാർജിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഈ എമൗണ്ടാണ്, ഈ 8,500 ആണ് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അത് ഞാൻ സേവ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇൻവോയ്സ് ചെയ്ത ഡേറ്റ് ആണ്. അത് റീഫണ്ട് വരുന്ന ഡേറ്റിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നാണ് റീഫണ്ട് വരുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഫൈനൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഫണ്ട് അതിൽ അപ്ഡേറ്റ് ആയി. ഇത്രയാണ് റീഫണ്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതായിട്ടും സപ്ലയർ തരാനുള്ളതായിട്ടും മാറും. ഇനി കസ്റ്റമർ അത് തരുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് നമ്മൾ തിരിച്ച് ക്യാഷ് ആയിട്ടോ അല്ലെ ബാങ്ക് ത്രൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറുടെ പേരിൽ നിങ്ങൾ പേയ്മെൻറ്റ്സിൽ എൻ്റർ ചെയ്യണം, കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇനി കൊടുക്കുന്നില്ല, അടുത്ത ടിക്കറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ടിക്കറ്റ് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോയിക്കോളും.
ഓക്കെ. അതുപോലെ തന്നെ സപ്ലയറുടെ കേസിന് സപ്ലയറുടെ പോർട്ടലൊക്കെ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇനി സപ്ലയർ നമുക്ക് ക്യാഷ് ആയിട്ടോ ബാങ്കിലൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് സപ്ലയർ പേരിൽ അത് റെസീറ്റ് ചെയ്യണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.